पति ब्रह्मचारी। എടാ ഞാനും ഒരു ഗുണ്ടയാ, പക്ഷെ എനിക്ക് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയണ. പിന്നെ മറ്റൊരു കാര്യം നിനക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്, ഇവളെ ഞാൻ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം. ഇവളെ എന്റെ ഉത്തരവാദിത്വം. ഇതെല്ലാം അറിയാഞ്ഞിട്ട് ഇവളുടെ ദേഹത്ത് കൈവയ്ക്കാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ ഉണ്ടായി? ഞാൻ തന്നോട് പറഞ്ഞല്ലേ വെറുതെ അബദ്ധങ്ങളൊന്നും കാണിക്കരുതെന്ന്. അത് അനുസരിക്കാതെ ഈ സ്ഥലത്ത് വന്നുവല്ലേ. ഇനി ഇങ്ങനെ കരച്ചിലും പിടിച്ചു വന്ന് നിർത്തുന്നുണ്ടോ പ്ലീസ്? നിനക്ക് രക്ഷപ്പെടാൻ ഞാൻ അവസരം തന്നതായിരുന്നു, എന്നിട്ടും നീ എന്റെ ഈശയെ തൊടാനുള്ള ധൈര്യം നിനക്ക് എവിടുന്ന് കിട്ടി? എങ്ങനെ ധൈര്യം ഉണ്ടായെന്ന്? സൂരജ്, ഞാൻ ഇവരെ ഇപ്പൊ തൊട്ട ഇവന്റെ ബ്രഹ്മചര്യം തകർന്നു പോകും. തൊടാനും പറ്റില്ലല്ലോ. സൂരജ്, ഇവന്റെ ഒരു ബ്രഹ്മചര്യം. സൂരജ്, സൂരജ് എഴുന്നേക്ക്. സൂരജ്, നീ നിന്റെ ജീവൻ പണയം വെച്ച് എന്നെ രക്ഷിച്ചു. നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സൂരജ്, എഴുന്നേക്ക്. സൂരജ്, സൂരജ് ഒന്ന് കണ്ണു തുറക്ക് പ്ലീസ്.
സൂരജ്, എന്റെ ഭഗവാനെ, സൂരജിന് ഒന്നും സംഭവിക്കരുത്. സൂരജ്, സൂരജ് ഒന്ന് കണ്ണു തുറക്ക്. സൂരജേട്ടാ, സൂരജേട്ടാ, ചേട്ടത്തി. എന്തായാലും നീ എത്തിയല്ലോ. ഇവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റൂ. വേഗം പിടിക്ക്. സൂരജ്, സൂരജ് ഒന്ന് കണ്ണു തുറക്ക്. സൂരജേട്ടാ, കണ്ണു തുറക്കൂ. എന്റെ ഭഗവാനെ, എന്നാലും മനസ്സെന്താ ഇത്ര അസ്വസ്ഥമാകുന്നത്? എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കാനിരിക്കുന്നത് പോലെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നാലും സൂരജ് എന്തിനാ ഇങ്ങനെ ചെയ്തത്? അതിനു മാത്രം അവൻ എന്താ പ്രശ്നം? എന്നാ ഇപ്പൊ അവനെ കാണുന്നുമില്ല. അവൻ ഇതെവിടെ പോയി കിടക്കുക? ഇതിലുള്ള മെഡിസിൻസ് ഉടനെ വാങ്ങിച്ചിട്ട് വരണം. ഇങ്ങ് തരൂ. അരുത് അച്ഛാ, അങ്ങനെ ചെയ്യരുതേ അച്ഛാ. ഞാൻ നിന്റെ തലയില് ഈ ഗുണ്ടാ ബ്രഹ്മചാരിയെ വച്ചു തരുവാ. ഞാൻ എന്റെ ബാക്കിയുള്ള ജീവിതം നിന്നോടൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നു വിശ. പക്ഷെ നിനക്ക് വേണ്ടി എനിക്ക് മരിക്കാൻ കഴിയില്ല. രംഗണ്ണ എന്നെ ഒന്ന് വിട്ടേക്ക്. ഇവളോട് നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തു. IASന്റെ അർത്ഥം എന്താണെങ്കിലും നിനക്കറിയോ? നിന്നെ പോലുള്ള ഗുണ്ടകൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ ഗുണ്ടേ, കൊള്ളാലോ, ഇവൻ ഗുണ്ടയാ. ചതി, വഞ്ചന, ഇതൊന്നും അല്ലാതെ നിനക്ക് എന്താ അറിയുന്നേ? ഞാൻ സോറി പറഞ്ഞ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ്. ഞാനും ഒരു ഗുണ്ടയാണ്. ഇടിയോ തല്ലോ കുത്തോ അങ്ങനെ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്യും. പക്ഷെ ഒരു സ്ത്രീയുടെ മാനം എന്താണെന്ന് മറ്റെല്ലാവരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് നല്ലതുപോലെ അറിയാവുന്ന കാര്യമായിരുന്നു ഇവളെ ഞാൻ വിവാഹം കഴിച്ചു നോക്കുന്നത്. ഇവളെ എന്റെ ഉത്തരവാദിത്വം. ആദ്യ അച്ഛൻ, പിന്നെ രോഹൻ, ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവർ, എന്നും കണ്ണടച്ച് വിശ്വസിച്ചവർ, അവര് തന്നെ എന്നെ ചതിച്ചത്. തലയിൽ കുറച്ച് മൾട്ടിപ്പിൾ ഇഞ്ചുറി ആയിട്ടുണ്ട്. അതുകൊണ്ട് പേഷ്യന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർജറി ചെയ്തേ പറ്റൂ. അയാളുടെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും സൈൻ ചെയ്തേ പറ്റൂ. മാഡം, ഞാൻ നിങ്ങളോടാ സംസാരിക്കുന്നത്. പേഷ്യന്റുമായിട്ട് നിങ്ങളുടെ റിലേഷൻ എന്താണ്? അല്ലെങ്കിൽ അടുപ്പമുള്ള ഏതെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടോ? ഉടനെ സൈൻ ചെയ്യാൻ പറ്റിയ ആരെങ്കിലും? ഉണ്ട്, ഞാൻ സൈൻ ചെയ്യാം. പേഷ്യന്റുമായിട്ട് നിങ്ങളുടെ റിലേഷൻ എന്താണ്? ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. നിങ്ങൾ പെട്ടെന്ന് ഓപ്പറേഷന്റെ കാര്യങ്ങൾ നോക്കിക്കോളൂ. അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. നിന്റെ ഭർത്താവിന്റെ ജീവൻ അപകടത്തിലാണെന്ന് കേട്ടു.
ഇവിടെ പുറത്തൊരു ഹനുമാന്റെ അമ്പലമുണ്ട്. അവിടെ ചെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തു തരുമെന്നാ പറയുന്നത്. എന്റെ ഹനുമാൻ സ്വാമി, അങ്ങ് ഭക്തന്മാരുടെ സങ്കടം തീർക്കുന്നവനല്ലേ? സൂരജിന്റെ ജീവൻ അപകടത്തിലാണ്. അവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു തരണം പ്ലീസ്, പ്ലീസ്. മോളെ, നീ ആരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ പ്രവർത്തിക്കുന്നത്? അതാരാണ്? തിരുമേനി, അതെന്നെ. ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ് മോളെ. ഇന്നാണ് ഹനുമാൻ സ്വാമി ലക്ഷ്മണന്റെ ജീവൻ രക്ഷിച്ചത്. അതുകൊണ്ട് ഇന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഈ ഗത എടുത്ത് ഉയർത്തിയാൽ അയാൾ ആഗ്രഹിക്കുന്ന കാര്യം സ്വാമി നടത്തിക്കൊടുക്കും. സൂരജ് ഇന്ന് എന്റെ ജീവൻ രക്ഷിച്ചു. അവന്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എന്തിനും തയ്യാറാ. ഇത്രയും വെയിറ്റുള്ള ഗത ഈ കുട്ടി എങ്ങനെ ഉയർത്താനാ? ജയ് ഹനുമാൻ. പവനപുത്ര ഹനുമാൻ സ്വാമി ജയിക്കട്ടെ. ജയിക്കട്ടെ. ഹനുമാൻ സ്വാമി ജയിക്കട്ടെ, ജയിക്കട്ടെ. ഡോക്ടർ, ഡോക്ടർ, സൂരജിന് എങ്ങനെയുണ്ട്? പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഓപ്പറേഷൻ സക്സസ്ഫുൾ ആണ്. കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബോധം വരും. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ശരി. ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരേ. സന്തോഷായി ഗോപാലകൃഷ്ണ. അവൻ സ്വന്തം ജീവൻ പണയം വെച്ച് എന്നെ രക്ഷിക്കാൻ നോക്കിയവനാ. അവനൊന്നും പറ്റരുത്. നിങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ടും റോഹൻ അവിടെ നിന്ന് എങ്ങനെ ഓടിപ്പോയി? പറടാ. മുതലാളിയുടെ മോൾ അവിടെ എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല. വിഷയോ? അതെ. അവരാ പയ്യനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാ. ഇഷ മാഡം ആ പയ്യനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ വന്നതാ. എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും നിങ്ങളുടെയൊക്കെ കൺമുന്നിൽ വെച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണോ? അങ്ങനെയൊന്നുമല്ല. ആ പയ്യൻ 1-ാം നമ്പർ പേടുത്തുണ്ടായിരുന്നു. അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ ഓടിപ്പോയി. ഓടാ. ദേഷ്യം വെറുപ്പൊക്കെ മനുഷ്യരോടല്ലേ കാണിക്കേണ്ടത്? ആഹാരത്തിനോട് എന്തിനാ അമ്മായി? എല്ലായിടത്തും അന്വേഷിച്ചു, എവിടെയും കണ്ടില്ല. എന്തിന്? പോലീസ് സ്റ്റേഷനിൽ വരെ ചെന്ന് നോക്കി. സൂരജ് എവിടെ പോയാണെന്ന് ഒരു പിടിയില്ല. ഇന്ന് വരെ അവൻ ഒരിക്കലും ഇത്രയും സമയം വീട്ടിൽ വരാതിരുന്നിട്ടില്ല. അഥവാ വൈകിയെ തന്നെ അവൻ വിളിച്ച് പറയാറുമുണ്ട്. പക്ഷെ ഇതിപ്പോ എന്റെ ഭഗവാനെ, എന്റെ മോൻ എവിടെ പോയതാ? സൂരജ് മടങ്ങി വരുന്നതുവരെ എന്റെ വയറ്റിൽ ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങില്ല. ഇതെല്ലാം എന്റെ മുന്നിൽ നിന്ന് മാറ്റിവെക്ക. മാന്യന്മാര് മാത്രമേ സമയത്തിന് വീട്ടിലെത്താറുള്ളൂ ചേട്ടത്തി. ഗുണ്ടകള് വരാറില്ല. അതുകൊണ്ട് അവന് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരും പട്ടിണി കിടക്കേണ്ട കാര്യവുമില്ല. അല്ലാതെ എന്താ? എനിക്ക് വിശന്നിട്ട് വയ്യ. അമ്മ രാവിലെ മുതൽ മോന്തി വിളിച്ച് വെച്ചിരിക്കുന്നോണ്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇനി വിശപ്പിന്റെ കാര്യമേ ഉണ്ടായിരുത്. പറയുന്നത് കേട്ടില്ലേ? അമ്മ നിരാഹാര വ്രതത്തിലാ.
ഇനിയിപ്പോ അമ്മ സൂരജിനെ കാണുന്നത് വരെയും ഇവിടെയുള്ള ആർക്കും ഒന്നും കിട്ടില്ല. ചേട്ടത്തി ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നേല്ലേ ഉള്ളൂ. അപ്പൊ സമയത്തിന് മരുന്ന് കഴിക്കുക, സമയത്തിന് ആഹാരം കഴിക്കുക, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കഴിക്കുക, ആഹാരം കഴിക്കുക. നിങ്ങളൊക്കെ ഏത് മഹാരാജാവിനെ പ്രതീക്ഷിച്ചാ പട്ടിണി കിടക്കുന്നേ? അവൻ വലിയ IAS ഓഫീസർ ഒന്നും അല്ലല്ലോ, വലിയ ജോലി തിരക്കിലാണെന്ന് പറയാം. പോയി എവിടെയെങ്കിലും തല്ലുകൊണ്ട് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വല്ലവരും തല്ലുന്നുണ്ടാവും, കോളറിൽ പിടിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും. അവനെ ആരും കാത്തിരിക്കൊന്നും വേണ്ട, എല്ലാവരും പോയി ഭക്ഷണം കഴിക്കൂ, ചെല്ലു. പക്ഷെ ചേട്ടന്റെ കാര്യത്തിൽ അച്ഛനും ആശങ്കയില്ലേ? അതുകൊണ്ടല്ലേ എല്ലാവരോടും കഴിക്കാൻ പറഞ്ഞിട്ടും അച്ഛൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാത്ത? ആ ടെൻഷൻ കൊണ്ടല്ലേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത്? എന്നാ ഞാനിരുന്നല്ലോ, പോരെ? ഇതുപോരെ? ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞതല്ലേ അവൻ. ഇനിയിപ്പോ എന്തിനാ ഞാൻ അവനെ കാത്തിരിക്കുന്നത്? അവനൊരു കടിഞ്ഞാണില്ലാത്ത കുതിരയാ, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കടിഞ്ഞാണിടാൻ മാത്രം ഒന്നും ഇല്ലല്ലോ. അനിയ, അവൻ ഇന്ന് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ സംസാരിക്കാം അവനോട്. നിങ്ങള് പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് വളരെ വലിയ സഹായമാണ് ചെയ്തത്. താങ്ക് യു. ഇതിലിപ്പോ താങ്ക് യു പറയേണ്ട കാര്യം എന്താ ചേട്ടത്തി? അല്ല, ഇഷ മേഡം, ഇഷ ചേട്ടത്തി, അല്ലെങ്കിൽ മേഡം, എന്താ വിളിക്കേണ്ടതെന്നും പിടികിട്ടുന്നില്ല. ഇഷ എന്ന് വിളിച്ചാ മതി. ഇഷ ജി നാക്കാം. പിന്നെ ലോകം ഞങ്ങളെയൊക്കെ മനസ്സിലാക്കാതെ ഞങ്ങളെ പുറംകാലുകൊണ്ട് തൊഴിച്ചപ്പോ ഞങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തെന്ന ആളാ സൂര്യചേട്ടൻ. അതുകൊണ്ട് സൂര്യചേട്ടന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഞങ്ങളതിൽ നിന്ന് പിന്മാറില്ല. എന്നാലും താങ്ക് യു. എക്സ്ക്യൂസ് മീ ഡോക്ടർ. സൂര്യചേട്ടൻ പാവം തന്നെ, ഒരു ബ്രഹ്മചാരിയായി പോയി. ഇങ്ങേർക്ക് ഇതെന്താ പറ്റിയത്? ആ കുട്ടിയുടെ വലയപ്പെടാൻ ഇടൊന്നും ഇല്ലാതിരിക്കട, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. സാധാരണ സിനിമയിലൊക്കെ ഇങ്ങനെയല്ലേ ഉണ്ടാവുന്നത്. ആദ്യം ഹീറോയിൻ ഭയങ്കര ഉടക്കായിരിക്കും, പിന്നെ ഹീറോയിന് വേണ്ടി ഹീറോ ഫൈറ്റ് ചെയ്യും, അതല്ലേ പതിവ്. പിന്നെ ഇപ്പൊ എന്താ, അതോടെ പടം തീരും. ഞാൻ ഡോക്ടറോടെല്ലാം സംസാരിച്ചു. നിനക്കിനി വീട്ടിലേക്ക് പോവാം. അപ്പൊ നിങ്ങളോ? ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോവാ. ശരി, പൊയ്ക്കോളൂ. അദ്ദേഹം പറയുന്നത് അനുസരിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം എനിക്ക് വീണ്ടും നിങ്ങളുടെ ഉത്തരവാദിത്വം തലയിലേറ്റ് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ലല്ലോ. ഇതെന്ന് ഈശാ മാഡത്തിന് കൊണ്ടുകൊടുക്കുക. ശരി ഇഷാജി. രോഹൻ എന്താ ചെയ്തത്? അവൻ പോയി കഴിഞ്ഞിട്ട് ഗുണ്ടകൾ എന്നെ എന്ത് ചെയ്യുന്നു പോലും ആലോചിച്ചില്ല. എന്നാൽ ശരിക്കും ഒരു ഗുണ്ടയായ ഇവൻ ഇപ്പോഴും എന്നെ കുറിച്ച് ഓർക്കുന്നു. ഈശ്വര, എല്ലാ പ്രശ്നങ്ങളെ അകറ്റി തരണേ.
എന്റെ മോന്റെ മനസ്സിന് സമാധാനം കൊടുക്കണേ. അവൻ ചിരിക്കാൻ തന്നെ മറന്നുപോയി. അവന്റെ സന്തോഷങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണേ. അവൻ എല്ലാ സന്തോഷങ്ങളും തിരിച്ചു വരട്ടെ. ഒരമ്മ മോന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അത് സഫലമാകാതിരുന്ന ചരിത്രമുണ്ടോ? ഭഗവാൻ അമ്മയുടെ പ്രാർത്ഥന കേട്ടു അമ്മേ. അമ്മയുടെ മോന്റെ സന്തോഷങ്ങളൊക്കെ തിരിച്ചു വരാൻ പോവാ. ഞാൻ ജയിച്ചെന്ന്. അതിന് അവൾ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. അതുപോലെ വന്ന് നിന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കാനും തയ്യാറായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ നീ ജയിച്ചേ? അമ്മേ, അവള് തിരിച്ചു വരികയും ചെയ്യും. എന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുകയും ചെയ്യും. കാരണം നമ്മളെയൊക്കെ എതിർത്തത് ഒരു പയ്യന് വേണ്ടിയാണല്ലോ. ആ പയ്യൻ തന്നെ അവളെ ഇപ്പൊ ഉപേക്ഷിച്ച് ഓടിപ്പോയിരിക്കുക. ഇപ്പൊ അവളുടെ തലയ്ക്കകത്ത് വെളിച്ചം കയറി കാണും. ഗുലാബ് സിംഗ് പറഞ്ഞാൽ അനുസരിക്കാത്തതിലുള്ള പ്രത്യാഘാതം എന്താണെന്ന് അവൾ മനസ്സിലാക്കി കാണും. ഗുലാബ് സിംഗിന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തീരുമാനം പോലെയാണ്. ഭഗവാന്റെ തീരുമാനത്തെ ധിക്കരിക്കുക എന്നുള്ള തെറ്റാണ് അവൾ ചെയ്തിരിക്കുന്നത്. ആ തെറ്റിനുള്ള മാപ്പ് പറയാനായി ഇന്നല്ലെങ്കിൽ നാളെ മുട്ടുകാലിൽ എഴഞ്ഞ് അവൾക്ക് എന്റെ മുന്നിൽ വന്നേ തീരൂ. പക്ഷേ അച്ഛ, അവൾക്ക് അങ്ങനെ എളുപ്പത്തിൽ മാപ്പ് കൊടുക്കരുത്. അച്ഛനെതിരെ പ്രവർത്തിക്കുന്നതിന്റെ പരിണത ഫലം എന്താണെന്ന് അവൾ അറിയണമല്ലോ. അനുരാഗ് പറഞ്ഞു ശരി തന്നെയാ. നീയാണെങ്കി പണ്ട് തന്നെ അവളെ തലയിൽ കയറ്റി വെച്ചു. ഇനിയിപ്പോ അവള് വീണ്ടും വന്നാ അവളുടെ മുഖം കണ്ട് നിന്റെ മനസ്സുരുകരുത്. പകരം നല്ല ശിക്ഷ കൊടുക്കണം. അതവള് ജീവിതകാലം മുഴുവൻ ഓർക്കുകയും വേണം. അച്ഛാ, ഈശ, എന്താ ഇത്? ഇവൾക്ക് എന്താ പറ്റി? ലോകത്തിന്റെ മുഴുവൻ ദുരിതവും ഏറ്റുവാങ്ങിയ ശേഷം തളർന്ന അവശയായി വന്നിരിക്കുകയാണ് എന്റെ മോള്. നിന്നെ വരവേൽക്കുമ്പോ ശരിക്കും ഒരു മാല ഇട്ടിട്ടാ വരവേൽക്കേണ്ടത്. ഈ സ്വർണ്ണാഭരണം നിനക്ക് ഗുലാബ് സിംഗിന്റെ വിജയം എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാനാ നിന്റെ വിധികർത്താവ്, മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു അച്ഛൻ. റോഹൻ എനിക്ക് ചേർന്നവനെയല്ല. അച്ഛൻ ശരിക്കും എനിക്കൊരു ഉപകാരമാണ് ചെയ്തു തന്നെ. എന്നെ അവന് കല്യാണം കഴിച്ചു കൊടുത്തില്ലല്ലോ. ഏയ്, ഇതൊന്നും കാര്യമില്ല മോളെ. ഞാൻ എന്റെ കടമ ചെയ്തേ ഉള്ളൂ. അപ്പൊ അതൊക്കെ പോട്ടെ മോളെ. നീ ആദ്യം നിന്റെ കടമ ചെയ്യും. എന്നോട് മാപ്പ് ചോദിക്ക. എന്നിട്ട് അച്ഛന്റെ മോളായിട്ടിക്ക് വാ. ഞാൻ വരാൻ വന്നതല്ല, ഇവിടുന്ന് പോവാൻ വേണ്ടി വന്നതാ. പക്ഷെ പോകുന്നതിന് മുന്നേ അച്ഛനോടൊരു നന്ദി പറയണമെന്ന് തോന്നി. താങ്ക് യു അച്ഛാ. അതെന്നെ സൂരജിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതിനാ. ഇനിയിപ്പോ നീയും നിന്റെ കടമ നിർവഹിച്ചു. അച്ഛനോട് മാപ്പ് ചോദിക്കുക. എന്നിട്ട് അച്ഛനോട് പ്രാർത്ഥിക്കുക. വാ മോളെ, പെട്ടെന്നാവട്ടെ. അനുരാഗ്, നീ ഇതെന്താ നോക്കുന്നേ? അച്ഛനും മോളും കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കുക. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്. ലോകം മുഴുവനും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. അച്ഛൻ എന്ന വ്യക്തിയുടെ വാക്കനുസരിച്ചില്ലെങ്കിൽ അവർക്ക് പിന്നെ എന്താ സംഭവിക്കുന്നുള്ളത് എല്ലാവരും ഒന്ന് അറിയട്ടെ. ആ, അത് പോട്ടെ മോളെ. അപ്പൊ നീ അവിടെ മുട്ടൂത്തി നിന്നിട്ട് എന്റെ കാലിൽ പിടിച്ച് ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കും. ഞാൻ നിന്നെ നെഞ്ചോട് ചേർത്ത് പഴയതുപോലെ അങ്ങ് സ്വീകരിച്ചേക്കാം. എന്താ? എങ്കിൽ പെട്ടെന്നാവട്ടെ.
ഏയ് എന്താ നോക്കി നിൽക്കുന്ന പാവക്കുട്ടി? വാ, അച്ഛൻ്റെ അടുത്തേക്ക് വാ. അനുരാഗ് വേണ്ട. ഞാൻ വരാൻ വന്നതല്ല, ഇവിടുന്ന് പോകാൻ വേണ്ടി വന്നതാ. പക്ഷെ പോകുന്നതിന് മുമ്പ് അച്ഛനോട് നന്ദി പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നി. താങ്ക് യു അച്ഛ, എന്നെ സൂരജിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതിന്. അച്ഛാ, അച്ഛാ അരുത്, അങ്ങനെ ചെയ്യരുതേ അച്ഛാ. അച്ഛാ പ്ലീസ്. ഞാൻ നിന്റെ തലയില് ഈ ഗുണ്ടാ ബ്രഹ്മചാരിയെ കെട്ടിവെക്കുക. സ്വയം ഭഗവാനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നെ ശിക്ഷിക്കാനായി അച്ഛൻ എടുത്തൊരു തീരുമാനമുണ്ടല്ലോ. ഭഗവാൻ അതിനെ തന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമായി മാറ്റി. സൂരജ് ഗുണ്ടയാണ്, പക്ഷെ രോഹനെ പോലെയോ നിങ്ങളെപ്പോലെയോ സ്വാർത്ഥനല്ല. അവന്റെ നാവില് നല്ല ഭാഷ വരില്ല, പക്ഷേ അവന്റെ കണ്ണിൽ ഞാൻ കണ്ട സംസ്കാരത്തിന്റെ ഭാഷയുണ്ടല്ലോ. അതെ, ഞാൻ ഗുണ്ടയാണ്. ഇടിയോ തല്ലോ കുത്തോ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. അത് ഞാൻ ചെയ്യും. പക്ഷെ ഒരു പെൺകുട്ടിയുടെ മാനം ഉണ്ടല്ലോ, അത് മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. അത് മാന്യനാണെന്ന് നടിക്കുന്ന ആളുകളുടെ അടുത്തില്ല. അവൻ ബ്രഹ്മചാരിയാണ്. ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാൽ ഏതൊരു സ്ത്രീയുടെയും നേർക്ക് മോശമായി നോക്കുന്ന കണ്ണുകളെ കുത്തിപ്പൊട്ടിക്കാനുള്ള ധൈര്യം അവനുണ്ട്. ഈശാ മാഡത്തിന്റെ ദേഹത്ത് തൊടാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടാകണം? എങ്ങനെ ധൈര്യം ഉണ്ടായെന്ന്? അവൻ ശരിക്കും സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിലേ ഇന്ന് ഇവിടെ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല. പകരം എന്റെ ശവമായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. അയ്യോ, എത്ര വിചിത്രമാണല്ലേ. ഞാൻ ഒരുത്തനെ വല്ലാതെ സ്നേഹിച്ചു. അവൻ എന്നെ മരണത്തിന് വിട്ടുകൊടുത്ത് രക്ഷപ്പെട്ടു. എന്നാൽ ഞാൻ വല്ലാതെ വെറുത്തവനോ, അവൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായി. ഒരു നിരാലംബയായ പെൺകുട്ടിയെ 4-5 ചെന്നായ്ക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി ഒടുവിൽ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി കിടന്നവനൊരു ഗുണ്ടയാണെങ്കിൽ എന്റെ പുറത്ത് കണ്ട ശരീരഭാഗം സ്വന്തം മര്യാദയുടെ പുതപ്പ് കൊണ്ട് മറിച്ച് എന്നെ ഭദ്രമായി ഇവിടെ പറഞ്ഞയച്ചവൻ ഗുണ്ടയാണെങ്കിൽ എന്റെ വെറുപ്പുകൾക്കും ശകാര വാക്കുകൾക്കും മനുഷ്യത്വം കൊണ്ട് മറുപടി പറയുന്നവൻ ഗുണ്ടയാണെങ്കിൽ ശരിയാ, ആ ഗുണ്ടയുടെ കൂടെ തന്നെയാ ഞാൻ ഇനിയുള്ള കാലം കഴിച്ചു കൂട്ടാൻ ഉദ്ദേശിക്കുന്നത്. ബന്ധങ്ങളെ തിരിച്ചറിയുന്നതും ലോകത്തെ മനസ്സിലാക്കുന്നതും മനുഷ്യന്റെ ഉള്ളറിയുന്നതിലും ഒക്കെ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷെ ആ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. ഞാൻ സൂരജിനെ വിവാഹം കഴിക്കണം എന്നുള്ളത് അച്ഛന്റെ തീരുമാനമായിരുന്നു. പക്ഷേ വിവാഹം നിലനിർത്തുക എന്നുള്ളത് എന്റെ തീരുമാനമാണ്. കുട്ടിക്കാലത്ത് അമ്മ പറയുമായിരുന്നു, കല്യാണം വെറും പാവകളിയല്ലെന്ന്. അത് വളരെ വലിയൊരു ഉത്തരവാദിത്വമാണെന്ന്. അമ്മ പറഞ്ഞ കാര്യങ്ങൾ എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. അച്ഛൻ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാൻ വന്നതല്ല, മറിച്ച് അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങാനായി വന്നതാ. അങ്ങനെ ഈ വിവാഹ ബന്ധത്തെ ജീവിത അവസാനം വരെ നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടി വന്നതാ. താങ്ക് യു ഗോപാലകൃഷ്ണ, എനിക്ക് ശരിയായ വഴി കാണിച്ചു തന്നതിന്.
ഞാൻ ഡോക്ടറോട് എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇനി നിനക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൊ മാഡം ഞാൻ അച്ഛനെ കാണാൻ പോവാം. സൂരജേട്ടാ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഇഷ മാഡം ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് ചെന്ന് മാപ്പ് ചോദിച്ചിട്ടുണ്ടാവും. അദ്ദേഹം മാഡത്തിനോട് ക്ഷമിച്ചിട്ടുണ്ടാവും. എന്തായാലും മാഡത്തിന്റെ ജീവിതം പഴയതുപോലെ ആയല്ലോ, അത് നന്നായി. അല്ലാതെ ജീവിതകാലം മുഴുവൻ മാഡത്തിന് ഇവിടെ കഴിയാൻ പറ്റുമോ? ആ സൂരജേട്ടാ, ഇഷ ചേച്ചി ഇവിടുന്ന് പോയത് ശരിയാണ്, പക്ഷെ ചേട്ടന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലല്ലേ? അവര് നിന്റെ ചേട്ടത്തിയൊന്നുമല്ല. ചേട്ടൻ വന്നു. എന്താ പറ്റിയതേട്ടാ? നിനക്കിതെന്താ പറ്റിയേ? സൂരജ് മണ സൂരജ് എന്തോറ്റി? എന്തോറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്തുണ്ടായി? ഒന്ന് മതിയാക്ക്. ഇനി കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ. അതേക്ക് പോവാലോ. ശരി, വരൂ, കൊണ്ടുവരൂ. നടക്ക. നിക്കേ. വലിയമേ, സൂക്ഷിച്ചു വലിയമേ. സൂരജ് മോനെ. സൂരജ്. വിദ്യ, നീ എന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ, ഇവിടെ ഒന്ന് നിൽക്ക്. വാ മോനെ, പതുക്കെ. വാ വാ മോളെ. ഇഷ മാഡം, നിങ്ങൾ എന്താ പിന്നെ ഇവിടെ? നിങ്ങൾ സാറിന്റെ അടുത്ത് പോയില്ലേ? ഈ പെണ്ണ് എന്താ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നേ? ഞാൻ സൂരജിന്റെ ഭാര്യയാണ്. ഈ വീട്ടിലെ മരുമകളാണ്. ഞാൻ എന്റെ വിവാഹബന്ധത്തെ എല്ലാ സത്യസന്ധതയോടും കൂടി ആത്മാർത്ഥമായി നിറവേറ്റാനായി വന്നതാണ്. രാവിലെ ഉണ്ടാക്കി പുകലൊന്നും പോരായിരുന്നോ? വീണ്ടും പുതിയ എപ്പിസോഡുകളായിട്ട് കയറി വന്നേക്ക. വലിയമേ, വലിയമേ. നീ എന്നെ തൊട്ടു പോകരുത്. ഇഷ മാഡം പ്ലീസ്, നിങ്ങളുടെ ഈ നാടകം ഒന്ന് നിർത്തൂ. എന്നിട്ട് വേഗം നിങ്ങൾ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകും. സൂരജ്, നിങ്ങൾ ഇത്രയും സ്ട്രെസ് എടുക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? അതിഥി, ചേട്ടത്തി, പ്രിയ, കാവ്യ, ഒന്ന് പറയൂ. ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. പെണ്ണ്, ഇവളെങ്ങനെ എന്റെ സൂരജിന്റെ ഭാര്യയാകുന്നത്? ഞാൻ പറഞ്ഞുതരാം.
എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. നിനക്ക് കുറെ കാശല്ലേ വേണ്ടത്, പക്ഷെ അതിന് പകരമായി നീ ഇഷയെ വിവാഹം കഴിക്കേണ്ടി വരും. ഇഷയെ വിവാഹം കഴിക്കേണ്ടി വരും. ഇഷയെ വിവാഹം കഴിക്കേണ്ടി വരും. ചേട്ടത്തി അസുഖമൊക്കെ മാറി വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ ഈ കല്യാണത്തെക്കുറിച്ച് ആരും ചേട്ടത്തിയോട് പറഞ്ഞു പോരുന്നു. വലിയമേ, അത് മരുമോളെ കൂട്ടിക്കൊണ്ട് വാ. ഒന്നെങ്കിൽ മരുമകൾ ഇവിടെ വരണം, അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോകും. എനിക്കറിയാം നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പഴയ കാര്യങ്ങളൊക്കെ മറന്നൊരു പുതിയ തുടക്കം കുറിച്ചൂടെ? ഇപ്പൊ നമ്മൾ അമ്മാവിയമ്മയും മരുമകളും ആയി കഴിഞ്ഞു. ഞാൻ ഈ ബന്ധത്തിനെ വളരെ വിശുദ്ധമായിട്ട് തന്നെയാ കാണുന്നത്. തെറ്റ് സമ്മതിക്കാൻ ആരും തയ്യാറല്ല, പ്രത്യേകിച്ച് നിങ്ങൾ ജാനകി ആന്റി. നിങ്ങൾ ഇവരുടെയൊക്കെ ഹെഡല്ലേ, അതുകൊണ്ട് ശിക്ഷ കിട്ടേണ്ടത് നിങ്ങൾക്കാ. ഞാൻ നിങ്ങളെ ഇപ്പൊ തന്നെ ഈ നിമിഷം 4 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യാം. നിങ്ങൾ എന്തായി ചെയ്തത്? ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തൂടെ? എവിടെ ശ്രദ്ധിച്ചിട്ടാ ഓരോന്ന് ചെയ്യുന്നത്? നിന്നെ പോലുള്ളവർക്ക് ശിക്ഷ മാത്രം കൊടുക്കേണ്ടത്. പ്ലീസ് എനിക്കൊരു അവസരം കൂടി തരൂ. ഇഷാമോൾ തരാൻ പറഞ്ഞ സമ്മാനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇത് എന്നോട് കൊടുത്തിട്ട് വരാനാ പറഞ്ഞത്. വീട്ടിലെ സാരി മോഷ്ടിച്ചത് പോരാ, എന്നിട്ട് വേറെ ന്യായങ്ങൾ പറയണോ? ഒരിക്കൽ ഞാൻ നിന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. അതുകൊണ്ട് ഈ വീട്ടില് അതിലും വലിയ സ്ഥാനമൊന്നും നിനക്കൊണ്ടാവില്ല. മരുമോളെന്നുള്ള കാര്യമൊക്കെ മനസ്സിൽ വെച്ചോ. കടന്നു പോ ഇവിടുന്ന്. എന്താ ഇത് ചേട്ടത്തി? എന്താ ഇങ്ങനെ, എന്താ ഈ കാണിച്ചത്? ആദ്യമായിട്ടും അവസാനമായിട്ട് ഞാൻ നിന്നോട് പറയുക, ഈ വീടിന്റെ പടി കടന്ന് ഇവിടെ വരാൻ നീ ഇനി ധൈര്യം കാണിക്കരുത്. എന്തൊക്കെയാ ഈ പറയുന്നത് ചേട്ടത്തി? ഇങ്ങനെ മുഖം തിരിച്ചു നിന്നതുകൊണ്ട് സത്യം സത്യമല്ലാതാവില്ലല്ലോ. ഈ കുട്ടി ഈ വീട്ടിലെ മരുമകളാണ്. അങ്ങനെ ഒരാളെ ഞാൻ അംഗീകരിക്കുന്നില്ലെങ്കിലോ? ഇല്ല, അംഗീകരിച്ചേ പറ്റൂ. അംഗീകരിച്ചേ പറ്റൂ. കാരണം ബലമായിട്ടാണെങ്കിൽ നിങ്ങളുടെ അനുജന്റെ മകൻ സൂരജ് ഇവളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ്. അതും എല്ലാ ചടങ്ങുകളും ചെയ്ത് താലി കെട്ടി സിന്ദൂരം ചേർത്തി വലം വെച്ച് എല്ലാം അനുഭവിക്കുന്നത് ഈ കുട്ടിയാണ്. എന്നിട്ട് ഈ കുട്ടിയാണോ പിടിച്ച് പുറത്താക്കിയത്? ഈ കുട്ടിക്ക് വേണമെങ്കിൽ എല്ലാ ബന്ധനങ്ങളും ഒഴിവാക്കി അവർക്ക് സ്വതന്ത്രമായ ജീവിതത്തിലേക്ക് പോകാമായിരുന്നു, രക്ഷപ്പെടാമായിരുന്നു. എന്നിട്ടും ഇവൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങോട്ട് വന്നതാണെങ്കിൽ അവളുടെ മനസ്സിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത് തെറ്റാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇല്ല, തീരുമാനമായി കഴിഞ്ഞതാ. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഈ കുട്ടിക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ലെങ്കിൽ ഇവനും ഈ വീട്ടിലിരിക്കാൻ ഒരു അർഹതയില്ല. കാരണം ഇവനുണ്ടല്ലോ, ഈ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നതിന് ഗുലാബ് സിംഗിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം കൈപ്പറ്റിയവനാണ്. പണത്തിന് വേണ്ടി കല്യാണം കഴിച്ചാലാണ് അവൻ. സൂരജ്, സൂരജ്, നിക്ക്, മാറി നിക്ക്. അവനെ ആരും തുടരുത്, മാറി നിക്ക്.
അച്ഛ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? എല്ലാരും അകത്ത് പോകാൻ. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? അവന്റെ അവസ്ഥയെങ്കിലും ഒന്ന് നോക്ക്. അവൻ ആശുപത്രിയിൽ നിന്നാ ഇപ്പൊ വരുന്നത്. ഈ അഹങ്കാരിയും തന്നിഷ്ടക്കാരിയുമായ ഈ പെണ്ണിനു വേണ്ടി അവനെയാണോ ശിക്ഷിക്കുന്നത്? സൂരജ്, വാ മോനെ, അകത്ത് വാ. ഇല്ല ഇടത്തെ, ഈഷയ്ക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല എന്നാണെങ്കിൽ സൂരജിന്റെ മുന്നിൽ ഈ വീടിന്റെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കും. ഈഷ നിങ്ങളുടെ മരുമോൾ അല്ലെങ്കിൽ സൂരജ് എന്റെ മകനുമല്ല. നിങ്ങൾ ഇവന്റെ ശരീരത്തിലുള്ള മുറിവുകൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഈ പെൺകുട്ടിയുടെ മനസ്സിലേറ്റ മുറിവുകളും ചതവുകളൊന്നും ആരും കാണുന്നില്ല. ഈ പെൺകുട്ടി അവളുടെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുക. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. നിങ്ങളിപ്പോ സ്വന്തം കാലിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ പെൺകുട്ടിയും കൂടെ. ഇവളുടെ പണം കൊണ്ടാണ് നിങ്ങളെ ചികിത്സിച്ചത്. അല്ല, ഇവിടെ കാരണം പൈസ കിട്ടിയെന്നുള്ളത് ശരിയാ. പക്ഷെ അതിവര് അറിഞ്ഞു തന്നൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവളെ മരുമകളായിട്ടും കണക്കാക്കില്ല, ആ പണം ഇവരുടെ ഔദാര്യമായിട്ടും കണക്കാക്കില്ല. ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനെ കണക്കാക്കണ്ട. പക്ഷെ എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഒരു കാര്യം വ്യക്തമാണ് ചേട്ടത്തെ, വീടിനകത്തേക്ക് പോകുന്നെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച്, അല്ലെങ്കിൽ രണ്ടുപേരും പുറത്ത് തന്നെ നിൽക്കട്ടെ. സൂരജ്, 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 പ്ലീസ് അവര് രണ്ടുപേരും അകത്തേക്ക് വരാൻ പറ, അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും അസുഖം വരും. പ്ലീസ്. അമ്മായിക്ക് ദേഷ്യം ഈശയോടല്ലേ, പക്ഷെ അത് കണ്ടോ, അതിന്റെ ശിക്ഷ സൂരജും കൂടെ അനുഭവിക്കുന്നത്. സൂരജ് ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്നേ ഉള്ളൂ. മഴ നനഞ്ഞാലേ അവന്റെ അവസ്ഥ വീണ്ടും ദയനീയമാവും. ദയവായി അവനെ വീട്ടിനകത്തേക്ക് വിളിക്കമ്മേ. സൂരജ്, സൂരജ് പതുക്കെ. ചിറ്റപ്പ, ചിറ്റപ്പ, ദേ, അവന് ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ആ സമയത്ത് ഇങ്ങനെ മഴയിൽ നനയുന്നത് ഒട്ടും നല്ലതല്ല ചിറ്റപ്പ. വാശി കാണിക്കാതെ സമ്മതിക്ക് ചിറ്റപ്പ. പതുക്കെ സൂരജ്, സൂക്ഷിച്ച്. जरा सा भी मेरी तरह ना कहीं से मैं तेरी तरह मिलके भी दोनों हैं अजनबी कैसी है ये दास्तां ये दास्तां. നീ ഓക്കെയാണോ? നിങ്ങൾ എന്തിനാ പിന്നെ തിരിച്ചു വന്നത്? ഞാൻ നിന്റെ ഭാര്യ. നിന്റെ അടുത്തല്ലാതെ ഞാൻ പിന്നെ എങ്ങോട്ടാ പോകേണ്ടത്? ഭാര്യയോ? ഇന്നലെ വരെ നിങ്ങൾക്ക് ഈ വീടിനോടോ ഈ കുടുംബത്തിനോടോ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് എന്താ എങ്ങനെ? എനിക്ക് നിങ്ങൾ മനസ്സിലാവുന്നില്ല. ഇതുകൊണ്ട് രക്ഷയില്ലല്ലോ.
एक है जमीन एक है आसमां, दोनों ही है दोनों से जुदा, रहते हैं दोनों ही साथ साथ, पर लंबी है दूरियां दूरियां। ഇന്നലെ ഇന്നും തമ്മിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കള്ളമാണെന്ന് കരുതിയതൊക്കെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളായിരുന്നു. സൂരജ്! അയ്യോ, സൂരജ്!